Start camera. Rolling, sir. Lights. Action. Cut. എന്തോ നാടേ ഇത്, ഒന്ന് പോക്കറ്റ്. അല്ല സാറേ, ഈ ഷോർട്ട് ഫിലിം ക്ലിക്കാവും നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഇതും അതുപോലൊക്കെ തന്നെ, പോക്കറ്റിൽ പോയാലായി. ആ എത്തിയോ? എത്താതെ പിന്നെ ഒരു മാറ്റമല്ലല്ലോടെ. മറ്റുള്ളവരെ പോസ്റ്റാക്കൽ തന്നെ എപ്പോഴും പണി. ഓടെ ആ ഇരിക്കടാ. ആ ഇത് സാജദിന്റെ ഫ്രണ്ടാ വിപിൻ. കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. കൊച്ചിയിലോ? എന്നിട്ട് നമ്മൾ മുമ്പ് കണ്ടില്ലല്ലോ. അതിന് ഇവന്റെ വർക്ക് വായിന്നോട്ടായിരുന്നില്ലേ? സാജ ഇവന്റെ ലുക്ക് നീ നോക്കണ്ട, ആള് ലേറ്റസ്റ്റാ. ഇതാ കണ്ടാ, ഫോണും ലേറ്റസ്റ്റാട്ടാ. എന്തോ നാടേ, നീ എന്താടേ നോക്കുന്നേ? ഈ ഡിസ്പ്ലേക്ക് നല്ല ഉറപ്പുണ്ടോന്ന് നോക്കിയതാ. എന്താടാ, എന്താ സംഭവം? അതല്ലേ സംഭവം. ഇല്ലടാ, ഡിസ്പ്ലേക്ക് നല്ല ഉറപ്പില്ലെങ്കിൽ ഡാർക്ക് സീനാണ് ബ്രോ. ഇല്ലടാ. മതിയാക്കടാ. കുഞ്ഞോളി കുമ്പാളി. അല്ല, നീ ഇതുവരെ എണീറ്റില്ലേ? 10 മണിക്ക് ഓഫീസിലെത്തണ്ട. പിന്നെ നീ മലയ്ക്ക് പോയ കാര്യം ബോസ് വിശ്വസിച്ചിട്ടില്ല. സാജ, നിന്റെ പണി പോണ്ടെന്നുണ്ടെങ്കിൽ വേഗം എണീറ്റ് ഓഫീസിൽ പോയിക്കോ. എണീക്കടാ. ഓടാ, പോത്ത് പോലെ കിടന്നുറങ്ങുക. കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. ബോസ്? ആ സർ. അല്ല, ഇപ്പം എത്തിക്കോളാം, പെട്ടെന്ന് വരാം. ആ ഓക്കെ സർ. ഡാ ബോസിന്റെ വിളി വന്നു, ഞാൻ പോവാ. പിന്നൊരു കാര്യം, വാടക കൊടുത്തിട്ടില്ല. ഹൗസ് ഓണറുടെ മകൻ മാക്കാൻ ഇപ്പൊ വരും. പെട്ടെന്ന് സ്കൂട്ടായിക്കോ. വാടക കൊടുത്തിട്ടില്ലേ? ഓ നാശം. അതെ സർ, ആ ബംഗ്ലാവിൽ ആരോ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ബംഗ്ലാവിൽ സോറി. ഇറ്റ്സ് ഓക്കേ സൗമ്യ. അമ്മേ, മോൾക്ക് ഇപ്പോഴും നല്ല പനിയാ, മാറുന്നില്ലല്ലോ അമ്മേ. എനിക്ക് പേടിയാവുന്നു. നീ ആ സിദ്ധാർത്ഥൻ ഡോക്ടറെ പോയി കാണിക്കേ. ആ എന്നാ ഞാനൊന്ന് ഏട്ടനെ വിളിക്കട്ടമ്മേ. അവൻ അവിടുന്ന് എന്താക്കാനാ, മന്ത്രം ചൊല്ലാനോ? ആ എന്താടി? ആ ഞാൻ ഓഫീസിലെത്തിയിട്ട് വിളിക്കാം. ആ വെച്ചോ, ഞാൻ വിളിക്കാം. ഒരു സെക്കൻഡിൽ ഞാനൊരു നിഴൽ കണ്ടിരുന്നു. ഓക്കെ സൗമ്യ, വെരി ഗുഡ്. ഒരു സെക്കൻഡിൽ ഞാനൊരു നിഴൽ കണ്ടിരുന്നു. ഞാനൊരു നിഴൽ കണ്ടിരുന്നു. ഹലോ ഡിയർ.
ആ ചേട്ടാ, മാല അഴിച്ചുട്ടോ, ഒന്ന് കാണണല്ലോ. എന്തിനാണ് മോനെ? ഒരു സംഗതി തരാന്. അരവണയാണോ? അതുണ്ട്, പിന്നെ അരവണയേക്കാൾ മധുരമുള്ള മറ്റൊന്നും കൂടി. ശരി ശരി, ഷാർപ്പ് 10 o'clock. ഓക്കെ. ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്പം പേഴ്സണലാ. ഇന്ന് ലീവ് എടുത്തോളൂ കേട്ടോ. ഡാ, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ആളിയെ രക്ഷിക്കണം. ബോസ് വന്നോ? ഇതുവരെ വന്നിട്ടില്ല. എന്തിനാ? ഡാ, അവളെന്നോട് കാണണമെന്ന് പറഞ്ഞു. എന്തോ സംസാരിക്കാനുണ്ടത്രേ. ഈ ചാൻസിന് ജന്മം കിട്ടില്ല മോനെ. എന്തോ ആടേത്? എടാ, ഉച്ചയ്ക്ക് ഞാനെത്തും. പ്ലീസ് ഒന്ന് ഡീൽ ചെയ്യടാ ബോസിനെ. നോ രക്ഷ മോനെ, എനിക്കൊരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ല. പണി പോകണ്ടെങ്കിൽ വേഗം വന്നു. പ്ലീസ് എടാ, പ്ലീസ്. ഇന്ന് ഞാൻ സംസാരിച്ച് എങ്ങനെയെങ്കിലും കാര്യത്തിലേക്ക് അടക്കും. കഷ്ടപ്പെട്ട് വളച്ചാലടാ, പ്ലീസ്. ചിലപ്പോ ഞങ്ങൾ വിനുവിന്റെ റൂമിലൊന്ന്. എടാ, വാടക പിരിക്കാൻ ആ മാക്കാൻ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ചാടണം. എടാ വെക്കല്ലേ? ഓക്കെടാ ഒക്കെ പറഞ്ഞ പോലെ നീ വിളിച്ചാ മതി. ഓക്കെ ഡാ, ഇവന്റെ ഒരു കാര്യം. ആ, എന്തൊക്കെയുണ്ടാ? തിരിച്ചെത്തിയോ? കരിമല കയറ്റമൊക്കെ കഠിനമായിരുന്നോ? അയ്യപ്പാ. ചാവിയോ? എന്തിനാടാ? ആ പെണ്ണും വളഞ്ഞാ? നിന്റെയൊക്കെ ഒരു തലയിലെഴുത്തടേ. എന്നാലും കല്യാണമൊക്കെ കഴിച്ചിട്ടും. ശരി, താക്കോല് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ വെക്കാം. എടാ പ്ലീസ്, ഞാൻ നിനക്ക് സാലറി കിട്ടിയ ഉടനെ തിരിച്ചു തരാം. പ്ലീസ്. എടാ, ശബരിമലയ്ക്ക് മാലയിട്ട് എന്നോട് കള്ളു കുടിക്കാൻ കാശ് വയ്ക്കാൻ നിനക്ക് നാണമില്ലേ? ഇവനൊക്കെ. അല്ലെങ്കിൽ വേണ്ട, അവൻ അങ്ങനെ സൂഹിക്കണ്ട. അവിടെ തന്നെയുണ്ട്, കുറ്റിയടിച്ച് നിൽക്കുക. ഇയാൾക്ക് വിളിക്കാൻ കണ്ട സമയം. എന്താണ് നിവിന്റെ റാഗിംഗ് കഥകൾ കേൾക്കട്ടെ? ഞങ്ങളായിരുന്നു കോളേജിലെ ഫസ്റ്റ് ബാച്ച്. റിയാസേ, എടാ മാക്കാൻ പുറത്തുണ്ട്. അത് കൊള്ളാലോ. എന്താ ചെയ്യാ? ഈ കാലിന് ഇപ്പൊ തന്നെ കെട്ടിയെടുത്തത്. നീ മാക്കാനോട് പറ, ആ സൗമ്യയെ കാണാൻ പോണോന്ന്. ആ പിന്നെ നീ വിനുവിന്റെ റൂമിലെത്തിയിട്ടേ വിശേഷങ്ങൾ പറയണം. ഞാൻ കൈകൊണ്ട് എഴുതിയെടുത്തോളാം. പോടാ അവിടുന്ന് പാട്ടി തണ്ടി. ഇവക്ക് പണ്ടാറടങ്ങാൻ കണ്ട സമയം.
ഹലോ, സോറി സൗമ്യ, ഞാനിതെത്തി. എന്താ ചേട്ടാ ഇത്? ഒരു 5 മിനിറ്റ്. സോറിടാ, സോറി. ഇതാ എത്തി, പെട്ടെന്നെത്തി. എന്താ ചെയ്യ? ഓ ഓ നാശം. കള്ളി പൊളിക്കരുതിട്ടാ. നമ്മുടെ കാര്യം അറിഞ്ഞാൽ പിന്നെ മൊത്തം സീനാവും. ആണോ? അതൊക്കെ വരും പോലെ വരട്ടെ. ഹലോ. ആയിരിക്കും. ലേറ്റ് ആയിപ്പോയില്ലേ? ഞാൻ സാധാരണ വളരെ റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാ. കുറച്ച് ലേറ്റായി. നിങ്ങൾ ഒരുപാട് നേരമല്ലേ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു? ഇല്ല സർ. വെറുതെ വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സർ. ആ, സാജൻ വന്നോ? സാജൻ അത് പിന്നെ വന്നില്ല സർ. എത്തിയില്ല. ആ പന്ന പുന്നാര മോനും തോന്നുമ്പോ കയറി വരാ. ഇതവന്റെ തറവാടല്ല. 1/2 മണിക്കൂറിനകം അവൻ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഡിസ്മിസ്. അത്ര തന്നെ പറഞ്ഞേക്കാനോട്. ആ, നിങ്ങള് അത് കാര്യാക്കണ്ട. നാശം പിടിക്കാനായിട്ട് എനിക്ക് ഉറപ്പായിരുന്നു ഇതിന്റെ തലയിൽ തന്നെ ആവുമെന്ന്. ഇവനൊക്കെ ഏത് നേരത്താണോ പരിചയപ്പെടാൻ തോന്നിയത്? ഇവനൊക്കെ മലക്കി പോയിട്ടെന്താ കാര്യം? ഏട്ടൻ എടുക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓ, ഇത് വല്ലാത്ത കഷ്ടം തന്നെയാട്ടോ. കുഞ്ഞിനെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാല് ഏട്ടന്റെ സമ്മതം വേണോ? വാ, നമുക്ക് പോവാം. നിനക്ക് അറിയാഞ്ഞിട്ടാ ഏട്ടന്റെ ദേഷ്യം. കുടുംബശ്രീ ആണെങ്കിലും ശരി, അയലത്തേക്കാണെങ്കിലും ശരി, എന്നോട് അനുവാദം ചോദിച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ. ഞാൻ എവിടെയാണെങ്കിലും. മനസ്സിലായോ? അതാണ് ഒരു ഉത്തമയായ ഭാര്യയുടെ കടമ. ഈശ്വര, ഇത് ആരായിരിക്കും?
ഞാൻ അവനിട്ടൊരു പണി കൊടുത്താന്ന് അവനെ അറിയിക്കണ്ടേ? ഒരു മെസ്സേജ് അയക്കാം. ഹലോ, എവിടെയാണ് പോയി? വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം, ഞാനങ്ങ് എത്തിക്കോളാം. പരകക്ഷിയാണോ? പോയി പണ്ടാരക്കാലൻ. അയ്യോ, ബോസ് ആയിരിക്കൂ. അറിയാസേ? എടാ മോനെ, എത്ര പ്രാവശ്യം പറഞ്ഞു വരാൻ? നീ അവിടെ ആയിരിക്കായിരുന്നു? കാട്ട് മോനെ, കൂടുതൽ. സോറിടാ, ഞാനിത് എത്തി, അരമണിക്കൂറുണ്ടെത്തി. എടാ മാക്കാൻ ഇപ്പോഴാടാ പോയത്. മനസ്സുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തണം. ഇല്ലേ ഡിസ്മിസ്. ബോസ് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കേടാ, ഓക്കെ, ഇപ്പെത്തി, ഞാനിത് എത്തി, വൈകില്ല, ഇതാ ഇറങ്ങടാ. ഓക്കേടാ. എടാ നീ ഒരു കാര്യം ചെയ്യണം, നീ ഒന്ന് സൗമ്യയെ വിളിച്ച് പറയണം അർജന്റായിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ ഇപ്പൊ തന്നെ. ശരി. ഓ ഹലോ, ആ സൗമ്യേ മോളെ, ഞാൻ ഇന്ന് എനിക്ക് വരാൻ കഴിയില്ല. ഒന്ന് അത്യാവശ്യമായിട്ട് ഓഫീസിലെത്തണം, ഞാൻ വൈകിട്ട് കണ്ടോളാം. സോറി ഡി, എൻ്റെ സ്വീറ്റ് ഹാർട്ടല്ലേ. ബോസ് വിളിച്ചോണ്ടാണ് മോളെ, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല, അതാണ് കേട്ടോ. ഞാനും നിന്നെ ഒന്ന് അടുത്ത് കിട്ടാൻ കാത്തിരിക്കാന്ന് നിനക്കറിയാലോ. ഹലോ സൗമ്യ, സൗമ്യ, ഹലോ ഹലോ സൗമ്യ. ഹലോ, മിനി, നീ വിശ്വസിക്കണം, ഞാൻ പറയുന്നത് സത്യമാണ്. നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഒരു പെണ്ണിനെ പോലും ഞാൻ മറ്റൊരു കണ്ണിലൂടെ നോക്കിയിട്ടില്ല. സത്യം, നമ്മുടെ മോളാണേ സത്യം. ഇതങ്ങനെയൊന്നുമില്ല. ഇതെനിക്ക് പരിചയമുള്ളൊരു കുട്ടി, എൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളാ. സത്യം. ഹലോ ഹലോ, ഹലോ, ഞാൻ സൗമ്യയാണ്. ഓ സൗമ്യ, ഞാൻ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. പിന്നെ ഐസ്ക്രീംസ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. പിന്നെ ഇന്ന് ഞാൻ കാണണമെന്ന് പറഞ്ഞത് എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാറ്റർ പറയാനാ. എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തു. നെക്സ്റ്റ് മാർച്ച്. പിന്നെ
വുഡ്ബിക്ക് വലിയ ജോലിയൊന്നുമില്ല, പക്ഷെ പൂത്ത കാശാ. ഞാൻ ഹാപ്പിയാ. വാ കയറ്. അതും പോയി. ബൈ.